ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കടമക്കുടി ഐലൻഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എറണാകുളംകാർക്ക് വളരെ സുപരിചിതമായ സ്ഥലം. തിരക്കേറിയ പ്രവൃത്തി ദിനങ്ങൾക്ക് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒരു വാരാന്ത്യം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ആ കടമക്കുടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. റോഡിന് ഇരുപുറവും ഏക്കർ കണക്കിന് ഭൂമിയിൽ പരന്നു കിടക്കുന്ന പാടവും കായലും. വേമ്പനാട്ട് കായലിന് നടുവിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച അമൂല്യനിധി. കായൽ ഞണ്ടും ചെമ്മീൻ കെട്ടുകളും പൊക്കാളി പാടങ്ങളുമെല്ലാം നിറഞ്ഞ കടമക്കുടി ഐലൻഡ്സ്. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയ്ക്കടുത്ത് 14ഓളം പ്രകൃതി രമണീയമായ ദ്വീപുകളുടെ ഒരു ക്ലസ്റ്റർ. ദ്വീപുകളുടെ പേരുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഈ ദ്വീപുകളിൽ മെയിൻ ഐലൻഡ് വലിയ കടമക്കുടിയാണ്. ഇടപ്പള്ളിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദരി ഇന്ന് കൊച്ചിയുടെ ടൂറിസം മാപ്പിൽ പ്രധാന ഇടം നേടിയിരിക്കുന്നു. ഇവിടുത്തെ സൺസെറ്റും സൺറൈസുമെല്ലാം അതിമനോഹരമാണ്. ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത ഒന്നുകൊണ്ട് മാത്രം ഇത് ഒത്തിരി സിനിമകളിൽ ഇടം നേടിയിട്ടുണ്ട്. കടമക്കുടിയെക്കുറിച്ച് നമ്മുടെ പഴമക്കാർ പറഞ്ഞിരുന്നത് കടന്നാൽ കുടുങ്ങി എന്നാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആയതിനാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ബോട്ടുകളും വഞ്ചികളും മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് റോഡ് സൗകര്യം വന്നതോടെ കടമക്കുടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു. കൂടാതെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി കുറേയേറെ ഡെവലപ്മെന്റ്സും ഇവിടെ നടന്നിട്ടുണ്ട്. മുന്നിൽ കാണുന്നത് പൊക്കാളി പാടമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 6 മാസം നെൽകൃഷിയും 6 മാസം മീൻ കൃഷിയുമാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ വർഷവും ഇവർ ആഘോഷിക്കുന്ന ഒരു അടിപൊളി ചടങ്ങുണ്ട്. എല്ലാ വർഷവും ഏകദേശം വിഷുവിന് മുമ്പായി കെട്ടുപൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ചടങ്ങ്. അതായത് ഈ പാടങ്ങളുടെ എല്ലാം കെട്ടുപൊട്ടിച്ച് ബൾക്കായി മീൻ പിടിക്കും. പിന്നെ ബാക്കിയുള്ള മീനുകൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഉത്സവമായിട്ട് പിടിക്കും. അത് കാണാനും ആസ്വദിക്കാനും ഒത്തിരി പേരാണ് ഇവിടെ വരാറുള്ളത്. ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായി കുറേ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ നടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്നാണ് കടമക്കുടിയുടെ നെറ്റിയിൽ പൂശിയ സിന്ദൂരം പോലെ റോഡരികിലെ ഈ കളർഫുൾ ടൈൽസ്. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നാം ഇങ്ങോട്ട് പോരുമ്പോൾ കാണുന്നില്ലേ, ഒത്തിരി ബോർഡുകൾ. ദേശാടന പക്ഷികളുടെ കടമക്കുടി. പല സീസണുകളിലായി ഒരുപാട് ദേശാടന പക്ഷികൾ വിരുന്നിനെത്തുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി. അതുകൊണ്ട് തന്നെ പക്ഷിപ്രേമികൾക്ക് സ്വർഗഭൂമിയാണ് കടമക്കുടി. ആയിരക്കണക്കിന് സ്വദേശ വിദേശ ഇനം പക്ഷികളുടെ സ്വൈര്യ വിഹാരഭൂമി.
കായലുകളും ഇടത്തോടുകളും പൊക്കാളിപ്പാടങ്ങളും ചെമ്മീൻ കെട്ടും വരമ്പുമെല്ലാം തീർത്ത സുന്ദരമായ ഭൂമി. തിരക്കേറിയ കൊച്ചി നഗരത്തിൻ്റെ വേറിട്ട ഒരു മുഖം. ഈ വരമ്പിലൂടെ ചെന്നാൽ കാണുന്ന ആ കുടിയുടെ പേരിലാണ് കടമക്കുടി അറിഞ്ഞിരുന്നത്. ചെമ്മീനും മീനിനുമൊക്കെയായി നാട്ടുകാർ ആശ്രയിച്ചിരുന്ന കുടി. ഇതിന്ന് പ്രൈവറ്റ് ഫാം ആയതിനാൽ ഇപ്പോൾ ഇത് വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുടിയുടെ അടുത്ത് വരെ നമുക്ക് പോകാനാകില്ല. അപ്പുറത്ത് ചെമ്മീൻ കെട്ടും, ഇപ്പുറത്ത് പുഴയും. ഇവിടുത്തെ പാടങ്ങളിലെ വാട്ടർ ലെവൽ ക്രമീകരിക്കുന്നതിനുള്ള സജ്ജീകരണമാണത്. പാടത്ത് വെള്ളം കൂടുമ്പോൾ ആ ചീപ്പ് തുറന്നു വിടുന്നു. വെള്ളത്തോടൊപ്പം മീനും ചെമ്മീനുമെല്ലാം പുഴയിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാനായി ഒരു വശത്ത് നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം മീനും ചെമ്മീനും ഒന്നും പോകാതെ തടയുന്ന ആ നെറ്റ്. ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായി ബോട്ടിങ്ങും കയാക്കിങ്ങും എല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ നിശബ്ദ സുന്ദരിയായ കടമക്കുടി സജീവമാകുന്ന ഒരു വീക്കെൻഡ് കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. തിരക്കേറിയ ഓഫീസ് ദിനങ്ങൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം വാരാന്ത്യം ആഘോഷിക്കാനെത്തുന്ന ജനങ്ങൾ. വലിയ വലിയ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ലെങ്കിലും ഈ വഴിയരികിൽ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ, ഞണ്ടും ചെമ്മീനും കായൽ മത്സ്യങ്ങളും താറാവുമെല്ലാം പൊരിച്ചും കറിവെച്ചും എല്ലാം ഇവിടെ ലഭിക്കും. കള്ളുഷാപ്പ് ഉൾപ്പെടെ തനിനാടൻ കടമക്കുടി രുചി വിളമ്പുന്ന ഇടങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. എരിവും പുളിയുമെല്ലാം ചേർത്ത മീൻതലക്കറിക്ക് ഇഷ്ടം പോലെ ആരാധകരാണ് കടമക്കുടിയിൽ. ഒരിക്കലെങ്കിലും നിങ്ങളും വരണം കേട്ടോ കടമക്കുടി കാണാൻ.
തിക്കും തിരക്കും ഗതാഗത കുരുക്കുമൊന്നുമില്ലാത്ത കൊച്ചിയുടെ സ്വന്തം കടമക്കുടി. Thank you for watching my video.